രാജിക്ക് തയ്യാറല്ലെങ്കിൽ ഇനിയും പ്രക്ഷുബ്ധമാകും, ചോരക്കളമാകും. അതാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നെങ്കിൽ റീലിട്ട് കളിച്ചോട്ടെ. പക്ഷേ യഥാർത്ഥ ഇന്ത്യയുടെ ഹൃദയത്തുടിപ്പ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഒരു നേരത്തെ തൊഴിൽ ചെയ്ത കൂലി പോലും അയച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ ഖാലിസ്ഥാൻ എന്ന് പറയുന്നു, അമേരിക്ക എന്ന് പറയുന്നു, ബംഗ്ലാദേശ് എന്ന് പറയുന്നു, നേപ്പാൾ എന്ന് പറയുന്നു. അതെല്ലാം വില പോകാതെ ആയപ്പോഴാണ് നമസ്കാരം. രാഹുൽ ഗാന്ധിയെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും ഡൽഹി പോലീസ് ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് CJP സമരത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയെയും മറ്റ് നേതാക്കളെയും ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് രാജ്യത്തെമ്പാടും തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോക് ഭവന് മുൻപിലാണ്. ഇവിടെ ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിലവിലിപ്പോൾ ലോക് ഭവന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ, UDF കൺവീനർ അടക്കമുള്ള നേതാക്കൾ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജബി മേത്ര അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അടക്കം ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. നിരവധി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് നിലവിലിപ്പോൾ ലോക് ഭവന് മുൻപിലേക്ക് വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ദിവസങ്ങളോളം വിദ്യാർത്ഥികൾ അവിടെ സമരം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്രയും ദിവസം ഇത് കണ്ടില്ല എന്ന് നടിക്കുകയും ഇത്രയും പ്രക്ഷോഭം തെരുവുകളിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി, ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി, മോദി നിങ്ങൾ അറിഞ്ഞോളൂ, മോദി നിങ്ങൾ അറിഞ്ഞോളൂ, മോദി നിങ്ങൾ അറിഞ്ഞോളൂ, മോദി നിങ്ങൾ അറിഞ്ഞോളൂ. ഇൻസ്റ്റയിൽ കോടി കൂട്ടിയാലും, ഇൻസ്റ്റയിൽ കോടി കൂട്ടിയാലും, ലൈവിൽ ചത്തു കിടന്നാലും, ലൈവിൽ ചത്തു കിടന്നാലും ഭാരതം നിങ്ങളെ തിരിച്ചറിഞ്ഞു, ഭാരതം നിങ്ങളെ തിരിച്ചറിഞ്ഞു, ഈ തലമുറ നിങ്ങളെ തിരിച്ചറിഞ്ഞു, തലമുറ നിങ്ങളെ തിരിച്ചറിഞ്ഞു. മാഡം, പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഒരു തരത്തിലും ഞങ്ങൾ പിന്നോട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോ യുവജനങ്ങളോ അമ്മമാരോ സാധാരണക്കാരോ തയ്യാറല്ല. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച പോലെ ജീവൻ ബലി കൊടുക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. രാജിക്ക് തയ്യാറല്ല എന്നാണ് കേന്ദ്രം അറിയിക്കുന്ന റിപ്പോർട്ട്. രാജിക്ക് തയ്യാറല്ലെങ്കിൽ ഇനിയും പ്രക്ഷുബ്ധമാകും, ചോരക്കളമാകും. അതാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നെങ്കിൽ റീലിട്ട് കളിച്ചോട്ടെ. പക്ഷേ യഥാർത്ഥ ഇന്ത്യയുടെ ഹൃദയത്തുടിപ്പ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. CJPയുടെ സമരം ഈ വിദേശ ഫണ്ടടക്കം ഉപയോഗിച്ചുകൊണ്ടാണെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തിനു വേണ്ടിയാണ് ആ പാവപ്പെട്ട കുട്ടികൾക്ക് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു നേരത്തെ തൊഴിൽ ചെയ്ത കൂലി പോലും അയച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ ഖാലിസ്ഥാൻ എന്ന് പറയുന്നു, അമേരിക്ക എന്ന് പറയുന്നു, ബംഗ്ലാദേശ് എന്ന് പറയുന്നു, നേപ്പാൾ എന്ന് പറയുന്നു. അതെല്ലാം വില പോകാതെ ആയപ്പോഴാണ് ഇപ്പോൾ ഒരു ചർച്ചയ്ക്കെങ്കിലും ഗവൺമെന്റ് തയ്യാറായത്. പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട്.
മഹിളാ കോൺഗ്രസ് കേരളത്തിലെ അമ്മമാർ രാഹുൽ ഗാന്ധിജിയോടൊപ്പമാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയെയും മറ്റു കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്തതിൽ വലിയ പ്രതിഷേധവും രോഷവുമാണ് രാജ്യത്തെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ നിലവിലിപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ലോക് ഭവന് മുൻപിലേക്കും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. രാജിവെക്കാതെ ഈ ഒരു പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നാണ് ജബി മേത്തർ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.